അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യക്കുട്ടനുണ്ടല്ലോ, നീ ഒരു രക്ഷയില്ല കേട്ടോ. അവന് ഈ ചോറല്ലാതെ അവന് പലഹാരങ്ങളും ഇഷ്ടമല്ല, മുട്ട ഒട്ടും കഴിക്കില്ല കേട്ടോ. ഒരു രക്ഷയില്ല മുട്ട കഴിപ്പിക്കാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബ്രെഡിനകത്തൊക്കെ മുട്ട ഇങ്ങനെ പയറ്റിയൊന്ന് കൊടുത്ത് നോക്കി കേട്ടോ, റോസ്റ്റൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കി. ഒരെണ്ണമൊക്കെ എങ്ങനെയോ ഒരു പകുതിയൊക്കെ കഴിച്ചു. പക്ഷെ പുള്ളിക്കത് പെട്ടെന്ന് മനസ്സിലായി കേട്ടോ, മുട്ടയല്ലേ അത് ചോദിച്ചു കേട്ടോ, ഇത് കഴിക്കാതെ. അപ്പോൾ കുട്ടികളല്ലേ, അവരെങ്ങനെയെങ്കിലുമൊക്കെ ഒരു മുട്ടയെങ്കിലും കഴിപ്പിക്കണമല്ലോ, നമ്മൾ ഇടയ്ക്കെങ്കിലും കഴിപ്പിക്കണമല്ലോ. ദിവസം കഴിപ്പിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഇടയ്ക്കെങ്കിലും കഴിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലത്തേക്കൂട്ട് കുറച്ച് മാവുണ്ടായിരുന്നു കേട്ടോ, അപ്പത്തിൻ്റെ മാവ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചുട്ട് കൊടുത്ത് നോക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. എങ്ങനെയാവും എന്നൊന്നും അറിയില്ല കേട്ടോ. ആൾ ശകലം വില്ലനാണ്. എല്ലാം നമ്മൾ എന്ത് ചെയ്താലും അവൻ കണ്ടുപിടിക്കും. പിന്നെ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവൻ കഴിക്കുന്നതൊക്കെ ആയിട്ട് വീഡിയോയ്ക്കകത്തൊക്കെ കാണിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ, ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ചൊന്ന് നോക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കാവേ. ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം കേട്ടോ, കാരണം അപ്പത്തിൻ്റെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് പാർക്കുട്ടി അതൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാവേ, കാരണം ഈ മഞ്ഞ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷയമാവും കേട്ടോ. എങ്ങനെയാണെന്ന് ഒരു വിഷയമില്ല, ഒരു പിടുത്തമില്ല. കഴിക്കുമെന്നൊന്നും. ആളിപ്പോൾ നല്ല ഉറക്കം കേട്ടോ. എണീറ്റ് വരുമ്പോഴത്തേക്കിന് ഇപ്പം എണീക്കുവേ. ഇത് ഉണ്ടാക്കിയിട്ട് വിളിച്ച് എണീപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ രാത്രി കിടന്നുറങ്ങാൻ ഭയങ്കര പാടാവുമേ. വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് നേരം കിടന്നുറങ്ങിയാലേ ശരിയാവില്ല. അപ്പം നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ച് എണീപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നതേ. ദോശക്കല്ല് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തേച്ചൊന്ന് കൊടുക്കാവേ. നന്നായിട്ടൊക്കെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ദോശക്കല്ലൊന്ന് ചൂടായിക്കോട്ടെ. നല്ല മഴ കേട്ടോ, പുറത്ത് നല്ല മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പൊക്കെ ആട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പാണ്. ഒരു രക്ഷയില്ല, കുറേ ദിവസമായിട്ട് മഴയൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദോശക്കല്ല് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചെറിയ കുഞ്ഞൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. 2-3 ചെറുതൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളുവേ. കുറച്ച് നേരം ഇരിക്കട്ടെ, നമുക്ക് നോക്കാം കേട്ടോ. വെന്തോട്ടെ. ഇങ്ങനെ ഉണ്ടാക്കി മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ആൾ കഴിക്കുമെന്നറിയില്ല. നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ അവന് കഴിക്കുമല്ലോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് വീണ്ടും ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കഴിച്ചെങ്കിലോ, ഇല്ലെങ്കിൽ പാറുക്കുട്ടി കഴിച്ചോളൂ കേട്ടോ. പാറുക്കുട്ടി അവിടെ ഇവിടെ എല്ലാം കോരി ഒഴിച്ച് വെക്കുന്നുണ്ടല്ലോ, കണ്ടോ. ഇതാ അങ്ങനെ നമ്മുടെ മുട്ട അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുട്ടയപ്പം ഒന്നും മിണ്ടണ്ട കേട്ടോ, കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ല, അതുകൊണ്ടാണേ. അപ്പോൾ അതേ പാറുക്കുട്ടി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. പാറുക്കുട്ടി കഴിക്കുമോ ആദ്യക്കുട്ടൻ കഴിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആദ്യക്കുട്ടനെ ഒന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പം അതേണ്ട നമ്മുടെ ആദ്യക്കുട്ടൻ ഇങ്ങനെ കഴിക്കാനായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ചായയുണ്ട്, നമ്മുടെ അപ്പവും ഉണ്ട് കേട്ടോ. മറ്റേ കാര്യം മിണ്ടണ്ട ആളോട്. ആദ്യക്കുട്ട എങ്ങനെയുണ്ട് കുഞ്ഞി, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേ.
ഇഷ്ടപ്പെട്ടോ? ഇന്നെന്നെ ഉഷാറില്ലാത്ത ഉറക്കത്തിൽ നിന്ന് വന്നുകൊണ്ടാണോ? കുറേ നേരമായിട്ട് കിടക്കുന്നു കേട്ടോ. കാരണം വിളിച്ച് എണീപ്പിച്ചുകൊണ്ട് വന്നതാണ്. കാരണം ഇനി ഒത്തിരി നേരം കിടന്നു കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മളെയും കൂടി ഉറക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് വിളിച്ച് എണീപ്പിച്ചുകൊണ്ട് പോകുന്നതാ. ആദിക്കുട്ടാ എങ്ങനെയുണ്ട്? നല്ലതാണോ? എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ചോദിച്ചേ. എന്നെ പോലെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി ചോദിക്ക്. കൊടുക്കുമെന്ന് ചോദിക്ക്. കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അതുകൂടെ ടാറ്റ പറ. പിന്നെ കാണാമെന്ന് പറ. ഓക്കെ.